ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം അച്ചിങ്ങത്തോരനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. 4 വറ്റൽമുളക് രണ്ടായിട്ടേക്ക് മുറിച്ചിട്ടു. 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. 2 തണ്ട് കരിവേപ്പില. പച്ചമുളക് ഒന്ന് നന്നായിട്ട് കളറ് മാറി വരട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള, ഒരു കുഞ്ഞ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഗ്യാസ് കുറച്ച് വയ്ക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടിയുടെ കളർ നന്നായിട്ട് ഇളകി വരുമ്പോൾ അരിഞ്ഞ് അച്ചിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് തുറന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റട്ടെ. വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അല്ലെങ്കിൽ കുഴഞ്ഞു ഈ സമയം ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. വെള്ളം അച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം ഗ്യാസ് കുറച്ച് വെച്ചു. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. വെള്ളം കുറച്ചുകൂടെ വറ്റാണ്ട് ഒന്ന് ഇരട്ടിയിട്ട് നമുക്കൊന്ന് വെള്ളം വറ്റിക്കാം. ഒന്ന് ഇളക്കി നോക്കാം. വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. തേങ്ങയും ജീരകവും ഞാനൊന്ന് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ തോരൻ എങ്ങനെ ഇടും നോക്കാം. കറണ്ട് പോയി. അപ്പം നമ്മുടെ അച്ചിങ്ങത്തോരൻ വെള്ളമൊക്കെ വറ്റി നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ.